UDFിൻ്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കും. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യം UDF നേതൃത്വം അംഗീകരിച്ചതായി വാർത്ത. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജാഥയിൽ സഹകരിപ്പിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. വീണ്ടും ഉമേഷ്, അൻവറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞോ? അൻവറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള ആദ്യ പടി ഒരുപക്ഷെ അൻവർ കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും UDF പ്രവേശം പൂർണ്ണമായെന്നോ അല്ലെങ്കിൽ UDF പ്രവേശത്തിലേക്ക് കടക്കുന്നോ എന്നോ ഇപ്പോഴും വായിച്ചെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട PV അൻവർ തന്നെയും മലയോര പ്രചാരണ ജാഥയിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ തനിക്ക് ഇതിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, പകരം UDF അത് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് എടുത്തത്. അതിനുശേഷം ഇന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാ UDF ഘടകകക്ഷികളെയും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും നേരിട്ട് കണ്ടവരെ നേരിട്ടും ഇക്കാര്യം സംസാരിച്ചു. എന്നാൽ മലയോര പ്രചാരണ ജാഥയാണ് ഇത്, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള ജാഥയാണ്. ഇതിൽ സഹകരിക്കാൻ താല്പര്യമുള്ളവരെ എല്ലാവരെയും സഹകരിപ്പിക്കാം എന്നുള്ള മറുപടിയാണ് എല്ലാ UDF നേതാക്കളും കൊടുത്തത്. ആ സാഹചര്യത്തിൽ അൻവറിനെയും ഈ ജാഥയുടെ ഭാഗമാക്കാൻ ഇപ്പോൾ അനുമതി നൽകുകയാണ് ഉണ്ടായത്. രണ്ട് സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂർ എടക്കരയിലും കരുവാരക്കുണ്ടിലുമാണ് നാളെ നടക്കുന്ന രണ്ട് ജാഥകളിൽ അൻവർ ഭാഗമാകും. എന്തായാലും അൻവർ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ എടക്കരയിൽ അൻവറിന് വലിയ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ്. സ്വാഭാവികമായി അൻവർ എത്തുന്നതോടുകൂടി ഈ UDFിൻ്റെ പ്രചാരണ ജാഥയ്ക്ക് തന്നെ വലിയൊരു മാറ്റവും ഉണ്ടാകുമെന്ന് UDF നേതാക്കളും കരുതുന്നുണ്ട്. എന്തായാലും ഇനി എത്ര കാലം UDFിൽ പ്രവേശനത്തിന് വേണ്ടി അൻവർ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.